നമ്മുടെ ചില ചപ്പുചവറുകളെ പോലെ ആകുന്ന ജനക്കൂട്ടമാകാതെ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമൊക്കെ ആയിട്ട് അങ്ങനെ പറയാറുണ്ട് എന്ന് നമ്മളൊക്കെ ഹദീസുകളിലൊക്കെ കാണാം. ആളുകളുടെ എണ്ണം കൂടും, നമസ്കരിക്കുന്നവരുടെയൊക്കെ എണ്ണം കൂടും, പക്ഷെ നമസ്കാരം നിലനിർത്തുന്നവരുടെ എണ്ണം കുറയും. അതെന്താ ബുദ്ധിമുട്ട്? അതെന്താ വ്യത്യാസം? അല്ലെങ്കിൽ അൽ മൗനിലൊക്കെ പറയുന്നത് പോലെ ശരിയായ രീതിയിൽ നമസ്കരിക്കാതെ ശാപം മേടിച്ചു കൂട്ടുന്നവരുടെയൊക്കെ എണ്ണം കൂടും. ഇതെല്ലാ മതങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. ഞാനിപ്പോൾ ഇവിടെ എന്നെ വിളിച്ചതൊരു പള്ളി കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ അല്ലേ സ്ഥലം പറഞ്ഞേക്കാം. എന്നാ പിന്നെ വെള്ളാഞ്ഞിലി അമ്പലപ്പുഴ, അതെ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ അടുത്താണ്. അതുകൊണ്ട് കുറച്ച് ഞാൻ പ്രവാചകനെയും ഖുറാനിനെയും ഇസ്ലാമിനെയൊക്കെ കുറിച്ച് ഞാൻ സംസാരിക്കും. എന്നാൽ ഇതെല്ലാ മതങ്ങളും ശ്രദ്ധിക്കുക. എൻ്റെ ശബ്ദം അടുത്തും അകലെയും ഫേസ്ബുക്കിലൂടെയൊക്കെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. എല്ലാ അർത്ഥത്തിലും എല്ലാ മതങ്ങളെയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിക്കാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നിൽക്കുന്ന അനുയായികൾ മുഴുവൻ വൈകാരികമായിട്ടാണ് മതം പിന്തുടരുന്നത്. ഈ വൈകാരികത ഓരോ മതത്തിലും കൂട്ടിക്കൂട്ടി അവരെ അക്രമ സ്വഭാവത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മതമില്ലാത്തൊരു സമൂഹം പറയുന്നു, നിങ്ങളെക്കാൾ നല്ല സമൂഹം ഞങ്ങളാണ്, ഞങ്ങൾക്കൊരു ദൈവവുമില്ല, ഞങ്ങൾക്ക് ജീവിതത്തിനെ കുറിച്ചൊരു കാഴ്ചപ്പാടൊന്നുമില്ല, ഇവിടെ ജനിച്ചു നന്നായി ജീവിച്ചു ഞങ്ങൾ മരിച്ചു പോകും, പരലോകമുണ്ടെന്നോ ഇവിടെ ആരോ പറയുന്നു, പരലോകത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായവരെ പേടിയില്ലാത്ത കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. നേരെ തിരിച്ച് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ പേടിയില്ലായ്മ കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ കൊല്ലുകയും കൊല്ലിപ്പിക്കുകയും ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് നമ്മൾ പറയുമ്പോൾ പ്രബോധനത്തില് ചില കാര്യങ്ങളുടെ നന്മ മാത്രമേ നമുക്കറിയൂ. പക്ഷെ ഇതിന്റെ വിമർശനം എന്നോ കാലത്തപ്പുറത്ത് വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടല്ലേ കൊല്ലാനും കൊല്ലിക്കാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നത്. നമ്മൾ എന്ത് പറയും തിരിച്ച്? ഇവിടെയാണ് നമ്മളൊക്കെ ഒന്ന് കൂട്ടായി ചിന്തിക്കേണ്ടത്. എന്താണ് മതം? എന്താണ് ദൈവം? എവിടെയാണ് നമുക്കൊക്കെ ഒന്നിച്ചിരിക്കാൻ കഴിയുന്നത്? നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഒരേ വിദ്യാലയത്തിലാണ്. അവിടുന്ന് കിട്ടുന്ന അതേ സയൻസിന്റെയും യുക്തിയുടെയും ഭാഷയിലാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ. എനിക്ക് വ്യക്തിപരമായ മക്കളില്ല, സന്യാസിമാർക്ക് കല്യാണവും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലും അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ, പെങ്ങന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ മക്കളുണ്ടാവുമല്ലോ. ഞാനൊരാൾ മാത്രം ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ സമുദായത്തിൽ മക്കളില്ല എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ആ മക്കളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെയും നിങ്ങളുടെയും വീടുകളിലെ മക്കൾ ഇന്ന് ഉപയോഗിക്കുന്ന മതത്തിനെതിരെ ഉപയോഗിക്കുന്ന വടികളൊന്നാണ്. എങ്ങനെ അടിച്ചാലും എവിടെ അടിച്ചാലും അത് നമ്മളെയൊക്കെ ഒന്നിച്ചടിച്ചതിന് തുല്യ. ഒരു ഹൈന്ദവ മകന്റെ മകൻ അവന്റെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അടിക്കുന്ന അതേ വടി തന്നെയാണ്, അതേ കാര്യം തന്നെയാണ് ഇസ്ലാമിനും ബാധകം. ഈ നിലയിലേക്ക് നമ്മളെ എത്തിച്ചതിന്റെ ഒരു കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വിദേശത്ത് പോയപ്പോൾ ഞാനിങ്ങനെ കരുതുകയായിരുന്നു, അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി ഇങ്ങനെ നിന്ന് കൊടുക്കണം അല്ലേ? നമ്മുടെ സാധനങ്ങളൊക്കെ ഊരി ഒരു ട്രെയിലിട്ട് വെച്ച് അതിങ്ങനെ അതിനുള്ളിലൂടെ പോകും, അവർ നോക്കും. അതിനുശേഷം ചിലവരുടെയൊക്കെ ബെൽറ്റ് അഴിപ്പിക്കുന്നുണ്ട്, വാച്ച് അഴിപ്പിക്കുന്നുണ്ട്, മോതിരങ്ങൾ അഴിപ്പിക്കുന്നുണ്ട്, ബെൽറ്റ് പോലും അഴിപ്പിക്കുന്നുണ്ട്, സോക്സ് അഴിപ്പിക്കുന്നുണ്ട്, ചിലരുടെ തലയെക്കെട്ടുമൊക്കെ അഴിപ്പിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് എൻ്റെ തലയെക്കെട്ടൊന്നും അഴിപ്പിച്ചില്ല. എന്നാലും ഇവരൊക്കെ ഇങ്ങനെ ആ സാധനം വെച്ചൊക്കെ നോക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. എന്ത് എമിഗ്രേഷൻ ക്ലിയറൻസിൽ ഞാൻ തെളിയിക്കേണ്ടതുണ്ട് എൻ്റെ കയ്യിൽ കള്ളക്കടത്തുകളോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോശം സാധനങ്ങളോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്ന സംഗതികളൊന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒരു സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞാൽ ആ എയർപോർട്ടിൽ പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. നമ്മൾ പിന്നെ സ്വതന്ത്രമായി, ആരും പിന്നെ നമ്മളെ വന്ന് പിന്നെ ബുദ്ധിമുട്ടിക്കില്ല. മതങ്ങളുടെ ഒരു ഗതികേട് ഇവിടെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേദികളിലൊക്കെ ഓടി വരുന്നത്. ഇന്ന് എത്രാമത്തെ വേദിയാണെന്നറിയോ? ഇത് റബ്ബിൽ ലെവൽ വന്നിട്ട് ഒരൊറ്റ ദിവസം പരിപാടി ഇല്ലാതിരുന്നിട്ട്. മിനിഞ്ഞാന്ന് വെഞ്ഞാറമൂടിലായിരുന്നു, അതിന്റെ മുമ്പ് പാളയത്തായിരുന്നു. ആ വെഞ്ഞാറമൂടെന്ന് വരുന്നത് എവിടെ നിന്നാണെന്നറിയോ? കാസർഗോഡ് ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് വെഞ്ഞാറമൂട് വരെ എത്ര ദൂരമുണ്ട്?
രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ശരിക്കും നടുവേദനയാണ്. വരുമാനം വേറെ, അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടിയിട്ടല്ല, ഒരിക്കൽ പോലും സ്വന്തം സമുദായത്തിൽ നിന്ന് പോലും ദക്ഷിണ മേടിക്കാത്ത ഒരാൾ ഒരുപക്ഷെ ഞാൻ തന്നെയായിരിക്കും. ഒരു കാര്യത്തിനും ഞങ്ങൾ പിരിവില്ല. നമ്മുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഒരു 10 പൈസ ആരോടും ചോദിക്കാറുമില്ല, ചോദിച്ചിട്ടുമില്ല. സ്വന്തം സമുദായത്തോട് ചോദിക്കാറില്ല. അല്ലെങ്കിൽ ഇന്ന് വരെ 44 വയസ്സായില്ല. ഒരു 18 വയസ്സ് മുതൽ ഈ ഒരു മാർഗത്തിലൊക്കെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പല സ്ഥലങ്ങളിലും പല മഠങ്ങളിലും അതിന്റെ ചാർജൊക്കെ വഹിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെങ്ങളിൽ ഒന്നും തന്നെ സാധാരണ ഉള്ള രീതിയിലുള്ള കൈമടക്കുകളോ ദക്ഷിണകളോ ഒന്നും മേടിച്ചിട്ടില്ല. ഇന്നും അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഒരു നേരം തിന്നാൻ ശീലിച്ചിട്ടുണ്ട്. ആ ഒരു നേരത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഇന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും കിട്ടും. ചുമ്മാ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചായ കൊണ്ടൊക്കെ ഒരു ദിവസമൊക്കെ പോകും. അങ്ങനെ 2-3 ദിവസം കൂടുമ്പോൾ വല്ലതൊക്കെ കരഭക്ഷണം കിട്ടിയാൽ മതി. ഇപ്പം ഇവിടെ തന്നെ വന്നപ്പോൾ അവരുടെ നിർബന്ധത്തിനാണ് ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വായിൽ വെച്ച്, അണ്ടിയാപ്പീസൊക്കെ ഇവിടെ അടുത്താന്നൊക്കെ പറയണ കേട്ടു. അപ്പം നല്ല അണ്ടിപ്പരിപ്പാണോ എന്നറിയാൻ വേണ്ടി ഒരു 4-5 എടുത്തൊക്കെ ഒന്ന് കഴിച്ചു. അതുപോലും ബുദ്ധിമുട്ടാണ്. ഒരു 4 ബദാമോ 4 അണ്ടിപ്പരിപ്പ് തിന്നാൽ പോലും വൈകുന്നേരം അത് ചവച്ചല്ലോ എന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ആക്കിയെടുത്തതാണ് ഒരർത്ഥം. കാരണം ഒരാളെയും ഭയക്കാതെ ഒരു സമുദായത്തിന്റെയും ഭാഗത്തു നിന്നുകൊണ്ടല്ല, ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടാണ് പേരിന്റെ കൂടെ ധർമ്മപക്ഷ എന്നൊക്കെ ഇവിടേക്ക് എഴുതി. ദീനിന്റെ പക്ഷം, ധർമ്മം എന്ന് പറഞ്ഞാൽ ദീനെന്നർത്ഥം. ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച ഒരൊറ്റ ദീനേ ഉള്ളൂ, ഒരൊറ്റ ധർമ്മമേ ഉള്ളൂ. അതിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെയൊക്കെ പണ്ഡിതന്മാരും, അല്ലെങ്കിൽ എല്ലാ മതത്തിലെ പണ്ഡിതന്മാരും അവരുടേതായ ആ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് പോലും അല്ല സംസാരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അദ്വൈതികളായിട്ടുള്ള ആചാര്യന്മാർ പോലും, സന്യാസത്തിന്റെ പരമകാഷ്ഠയിലെത്തിയവർ പോലും, അല്ലെങ്കിൽ സംഘടനയെ, നമ്മുടെയൊക്കെ ദീനിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയോഗിക്കപ്പെട്ടവർ പോലും എവിടെയൊക്കെയോ ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് പോലെ തോന്നി തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചു, 44 വയസ്സ് വരെ എവിടെയായിരുന്നു, അല്ലെങ്കിൽ 41 വയസ്സ് 42 വയസ്സ് വരെ നിങ്ങളൊക്കെ എവിടെയായിരുന്നു അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചു ഇവരൊക്കെ അത് ശരിയാക്കി കൊടുക്കുമെന്ന്. പക്ഷെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് ബോധപൂർവം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന തെളിവ് ലഭിച്ചതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇത് പൊതുസമൂഹം കേൾക്കുന്നതാണ്. ഇവിടുത്തെ അധികാരി വർഗവും അല്ലാത്തവരും ഒക്കെ ഇത് കേൾക്കുന്നതാണ്. എല്ലാ വേദിയിലും പറയുന്നൊരു സംഗതിയുണ്ട്, മതമല്ല മറ്റൊരു മതത്തിന്റെ ശത്രു. മതമില്ലാത്തവർ എന്ന് പ്രഖ്യാപിച്ചവരും അതല്ല, അവരെയും നമ്മൾ ശത്രുക്കളായി കാണണ്ട. മാനവികത മൂല്യങ്ങൾ ഒരു പക്ഷേ നമ്മളെക്കാൾ കൂടുതലൊക്കെ അവർ പുലർത്തുന്നുണ്ട്. ഇത് മതമുണ്ടെന്നോ മതമില്ലെന്നോ ഒക്കെ പറയുന്ന എന്തോ ഒരു തരം വേറൊരു ഗ്രൂപ്പ് ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നു. അതൊരു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഇടയിൽ തന്നെയാണ്. നമ്മുടെ ശ്രീകോവിലിന്റെ ഉള്ളിലും നമ്മുടെ പള്ളികളിലെ അൽത്താരകൾക്ക് കുർബാന അർപ്പിക്കപ്പെടുന്ന അൽത്താരയുടെ ഇടങ്ങളിലും നമ്മുടെ പള്ളി മെമ്പറങ്ങളുടെ ഉള്ളിലുമൊക്കെ അത്തരം ആളുകളുടെ സാന്നിധ്യം നമുക്ക് കാണാം. നമ്മുടെയൊക്കെ മതപണ്ഡിതന്മാരുടെ രൂപത്തിൽ, അറിഞ്ഞോ അറിയാതെയോ അവർ പോലും ആരുടെയൊക്കെയോ ചട്ടുകങ്ങളായി മാറുന്ന ഒരു കാഴ്ച കണ്ടു മടുത്തിട്ടാണ് പോകുന്നിടത്തോളം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നെ ഇവിടെ വിളിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ നാടുമായിട്ട് എനിക്ക് വേറെ ബന്ധമൊന്നുമില്ല. അടുത്ത് കുറച്ചങ്ങോട്ട് വണ്ടാനം മാറി എൻ്റെ ഒരു സുഹൃത്ത് മുബാറക്കുണ്ട്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹമൊക്കെ ബന്ധപ്പെട്ട് വണ്ടാനത്തൊക്കെ ഒരു ശാന്തിപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി അവിടെ ഒരു പ്രഭാഷണമൊക്കെ നടത്തുകയുണ്ട്. അദ്ദേഹം ഒരു ഉസ്താദിന്റെ അടുത്ത് അവിടെ കോഴിക്കോട് വരാറുണ്ട്. ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. അല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നും ഈ ഏരിയ ആയിട്ട് എനിക്കില്ല. അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളെന്നല്ല, ഈ 30 റബീഉൽ അവ്വൽ മാസത്തിലെ 30 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 28 ദിവസങ്ങളിൽ 48 പ്രോഗ്രാമുമായി എന്തിനാണ് ഒരു ഹൈന്ദവ ആചാര്യൻ ഇത്തരം വേദികളിൽ വരുന്നത്? കാരണം ചില സൂചനകൾ നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ്.
ഇത് ഏകദേശം അവസാനിക്കാറായി, റബീഉൽ അവ്വൽ അവസാനിക്കാറായി. അതുകൊണ്ട് ഇത് ലൈവ് പോകുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേർ മാത്രമല്ല കേൾക്കുക എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ലൈവ് പോകുന്നില്ല അവനെ. കാരണം നമ്മൾ ഇനിയും തിരിച്ചറിയണം നമ്മുടെ പൊതു ശത്രു ആരാണ്, നമ്മുടെ ധർമ്മത്തിന്റെ നമ്മുടെ ദീനിന്റെ ശത്രു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരം ചില കാര്യങ്ങളുടെ സൂചനകളെ നൽകാൻ കഴിയുള്ളൂ. കൃത്യമായി നമുക്ക് ആരെയും തല്ലിക്കൊല്ലാൻ വേണ്ടി നിങ്ങളെ മുമ്പിലേക്ക് ഇട്ടുതരാൻ അല്ലെങ്കിൽ മതക്കാൻ അല്ല. ഇനി ഞാൻ ദൈവ വജൂദായി പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നു. അതിനുള്ള തെളിവുകളും ഒന്നിക്കാൻ സാധിക്കും ഇല്ലേ? നമ്മൾ ശാസ്ത്രത്തിലൂടെ ഒന്നിച്ചോ? ഉണ്ട്. കാരണം നിങ്ങളെ കയ്യിൽ ഐഫോൺ ഉണ്ട്, എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്. അത് ഹിന്ദു ഐഫോൺ എന്നോ ക്രിസ്ത്യൻ ഐഫോൺ എന്നോ ഇല്ല. ഉണ്ടോ? ഇല്ല. ശാസ്ത്രത്തിലൂടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നിച്ചിരിക്കുന്നുണ്ട്. ഒരു പാർക്കിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. ഒരു മാളിൽ പോയാൽ, ലുലു മാളിൽ പോയാൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. എന്തിനേറെ ബീവറേജസിന്റെ ക്യൂവിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. മദ്യഷാപ്പിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. വേശ്യാലയത്തിൽ പോലും നമുക്ക് ഒന്നിച്ചു പോകാം. എല്ലാ അർത്ഥത്തെ പൊതുസമൂഹത്തിന്റെ പല ഇടങ്ങളിലും, ഒരു ബസ്സില്, ഒരു ട്രെയിനില്, ഒരു പ്ലെയിനില്, ഇവിടെ ജാതിയോ മതമോ വിശ്വാസമോ ആചാരമോ ഒന്നും തന്നെ പ്രശ്നമില്ല. തിന്മ ചെയ്യാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. എന്നാൽ പള്ളിയിൽ വാങ്ക് കേട്ടാലോ ഉടനെ കേൾക്കും, ഞങ്ങളുടെ പള്ളിയിൽ നിന്നാണോ അത് അപ്പുറത്തുനിന്ന് വിഭാഗത്തു നിന്നാണോ? ഇവിടെ നിന്നാണെങ്കിൽ ചൊല്ലാൻ തുടങ്ങൂല, അവിടെ നിന്നാണെങ്കിൽ 2 മിനിറ്റ് വൈകിട്ടാണെങ്കിലും ചൊല്ലാൻ തുടങ്ങും. ഒരേ ബസ്സിലിരിക്കുന്നവർ, ഒരേ സിനിമാശാലയിൽ ഇരുന്നവർ, ഒരേ ഷാപ്പിൽ കയറിയവർ, പള്ളിമണി കേൾക്കുമ്പോൾ അത് യാക്കോബ പള്ളിമണിയാണോ, ഓർത്തഡോക്സ് പള്ളിമണിയാണോ, അതിൽ തന്നെ കത്തോലിക്കയാണോ, കത്തോലിക്കയിൽ തന്നെ മലങ്കര റീത്താണോ, അതോ സീറോ മലബാർ റീത്താണോ, ലത്തീൻ റീത്താണോ എന്ന് നോക്കിയിട്ട് ദൈവത്തിനെ പ്രാപിക്കാനും ദൈവത്തിനെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സുജൂദ് ചെയ്യാനും ഒക്കെ നമ്മൾ വേറിട്ട് പോകുന്നു. ഇപ്പോഴും ഈ നിലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചില്ലേ? ബീവറേജസിൽ കാണിക്കുന്ന ആ ഒരു ബീവറേജസ് ക്യൂവിൽ കാണുന്ന അച്ചടക്കം പോലും പലപ്പോഴും നമ്മുടെ പരിപാടികൾക്ക് കാണാറുണ്ടോ? ഇതെന്റെ നിങ്ങളുടെ സമുദായത്തിനോടാ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ പെടാത്ത ക്രിസ്ത്യൻ സമുദായത്തിനോട് കൂടിയാ ചോദിക്കുക. അവിടുത്തെ ഒരു സഹകരണം പോലും, ഒരു ബീവറേജസ് ക്യൂവിൽ കാണിക്കുന്ന ഒരു സഹകരണം പോലും പലപ്പോഴും പല വിഷയത്തിലും, മടക്ക് വിഷയത്തിലും പല വിഷയത്തിലും നമ്മൾ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഞങ്ങളെ കയ്യിൽ വർഗീയത ഇല്ലേ, ഞങ്ങളെ കയ്യിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ, ഈ കളർ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ, എൻ്റെ പൊട്ട് കാണുമ്പോൾ, എൻ്റെ കെട്ട് കാണുമ്പോൾ ഇത് ഞങ്ങളിൽ വർഗീയതയുള്ള ആളുകളല്ലേ എന്നിങ്ങനെ വിളിച്ചു പറയേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ഞങ്ങളെ എത്തിച്ചിരിക്കുന്ന പോലെ നിങ്ങളെയും എത്തിച്ചിരിക്കുക. ഓരോ മീറ്റിങ്ങുകളിലും നമ്മൾ പറയുകയാണ് ഇവർ ഞങ്ങളിൽപ്പെട്ടവരല്ല, അല്ലെങ്കിൽ ഈ വർഗീയത ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നിട്ടോ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇവരൊക്കെ പുറത്തോട്ട് ഇറങ്ങി ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഞാനും നിങ്ങളും ഒന്നിച്ചിരിക്കുന്നിടത്തും തുടങ്ങുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇത്തരം വേദികൾ ഇനിയും ഒന്നിച്ചിരിക്കാൻ കഴിയുന്നിടത്തുനിന്ന് തുടങ്ങുന്നു ഇതിനുള്ള പരിഹാരം. ഇത് വേണമോ വേണ്ടയോ എന്ന് മാത്രമാണ് നിങ്ങളുടെയും എന്റെയും മുമ്പിലുള്ള ചോദ്യം. ഞാൻ തയ്യാറാണ്. ഇക്കണ്ട ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു നമ്മൾ വരുന്നത്. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരനെങ്കിലും ഒരു ഫിത്തനയിൽ നിന്ന് മാറാൻ തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ വർദ്ധിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിനുള്ള പ്രസംഗമൊക്കെ ഞാൻ പ്രസംഗിക്കുന്നുണ്ടോ എന്നറിയില്ല. അതിനൊക്കെ ഇനി ഇവിടെ ആലിമ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, ഇത് കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയാൽ ഒരാളെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നു. മതപരമായൊരു തെറ്റിൽ, മതത്തിന്റെ പേരിൽ മാനവികതയ്ക്കെതിരെ പോകുന്ന ആ സ്വഭാവത്തിൽ നിന്നൊന്ന് മാറാൻ നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്ര മാത്രമേ ഞാനിത് കൊണ്ട് ഉദ്ദേശിക്കുന്നു. അതിലപ്പുറത്തേക്കൊന്നും ഉദ്ദേശിക്കാനുള്ള ശക്തിയും ധൈര്യവും ഒന്നും നമുക്ക് ദൈവത്തിന്റെ തിരുമുമ്പാകെ ഇല്ല. അല്ലാണ്ട് ഇത് ചെയ്തത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് സ്വർഗം കിട്ടുമെന്നോ, അങ്ങനെയൊക്കെ കിട്ടട്ടെ. കാരണം ഓരോ മതത്തിന്റെ ധർമ്മത്തിന്റെ ദർജ ഉയർത്തിയവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. നല്ല മാർഗത്തിൽ മറ്റുള്ളവരോട് സംസാരിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് പെടണം. റസൂലുള്ളാഹിയെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ പെടണം. ഇല്ലേ? പ്രവാചകന്മാരെയും ഗുരുക്കന്മാരോടൊക്കെ ഹുബ്ബ് വെച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണ്ടേ? അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ.
പക്ഷെ ഇതിന്റെ ഇടയിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഇതാണ്, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ നൽകുന്നത് ആരാണ്? 150 വർഷം കഥ കേൾക്കണം നിങ്ങൾ, കഥയല്ല സംഭവമാണ്. 150 വർഷങ്ങൾക്ക് മുമ്പേ അവർ തീരുമാനിച്ചു ശാസ്ത്രം എന്ന് പറയുന്ന മതമാക്കി വളർത്തണം. ഇന്ന് ഡെൻമാർക്കിലും ഇന്ന് മറ്റേ നേരത്തെ പറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഉള്ളതുപോലെയുള്ള ഒരു ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുവരണം. അവിടെ അവർ ഒന്നിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിന്റെ പേരിലാണ്. അവിടെ എല്ലാവർക്കും ഐഫോൺ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, അവിടെ എല്ലാവർക്കും മിനിമം വേതനങ്ങളുണ്ട്, അവിടെ ആർക്കും ആരെയും ഭയപ്പെടേണ്ടതില്ല. തുണി ഉടുത്ത് നടന്നാലും തുണി ഉടുക്കാണ്ട് നടന്നാലും അവർക്കൊരു പ്രശ്നവുമില്ല. ആരാരെയും വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയാലും ഒന്നിനും ഒരു പ്രശ്നമില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രാജ്യമാണ്. ആരും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യത്തില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പോകാം. കാരണം ദൈവമില്ല, പരലോക ശിക്ഷയോ ജീവിതമോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഈ രീതിയിലേക്ക് നന്മയുള്ളവരായി മാറി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്ന സംവിധാനം ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചത് ശാസ്ത്രത്തിന്റെ വളർച്ചയിലൂടെയാണ്. ഇന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു? എല്ലാം വേണം, ഫേസ്ബുക്കും എല്ലാം വേണം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇന്ന് അതിന്റെ ദോഷ വശങ്ങളിലേക്കാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാൻ ആർക്ക് കഴിയും? ഏതാണ് വേദികൾ? ഏത് വേദിയിൽ ഇത് പറയും? അതുകൊണ്ടാണ് ഇത്തരം വേദികളിലൊക്കെ ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാൽ ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കണം. കാരണം ഇന്നത്തേക്ക് വേണമെങ്കിൽ ഇന്നലത്തെ നാളത്തേക്ക് ഒരു ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് 2 ദിവസങ്ങളാണ് അല്ലെ? ശനി ഞായർ ഇനി കിട്ടുമോ? ഇല്ല. ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി 18ഓളം പ്രോഗ്രാമുകളുടെ വിളി എനിക്ക് വന്നതാ. 18 പ്രോഗ്രാമിൽ ഇതിനെക്കാട്ടിലും ആളുകൾ, ജനകോടികൾ, ആയിരങ്ങൾ നിറഞ്ഞിരിക്കുന്ന സദസ്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിരിക്കും. കാരണം എന്താ പറയുക? പറഞ്ഞ വാക്കിന്റെ വില. ഇവിടെ എത്ര ആളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല. നിങ്ങൾ എന്ത് തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ തുറന്നു പറയണം. സ്വാമി ഇത്രയും പൈസ പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്നത്, ഇറങ്ങുന്ന സമയത്ത് ഇത്രയും പൈസ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ കമ്മിറ്റിക്കാർ പറയണം. എന്നാൽ ഈ ഉറപ്പാണ്, നിങ്ങൾ തരുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടി കിട്ടാവുന്ന വേദി ഉപേക്ഷിച്ചിട്ട് എന്നവിടെ നിൽക്കുന്നത്. എന്താണെന്നറിയോ? പറഞ്ഞ വാക്ക് വസിയത്ത് ഉള്ളവൻ അത് പാലിക്കണം. അപ്പോഴേ ഈമാൻ ഉണ്ടാവുള്ളൂ എന്ന് നാളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നാളത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ ഏറ്റവും വലിയ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉസ്താദിന്റെ ഒരു പ്രോഗ്രാം നാളെ എറണാകുളത്ത് നടക്കുക. അദ്ദേഹവും കേന്ദ്രമന്ത്രിയും എത്ര സന്നാഹങ്ങളാണെന്നറിയോ? പക്ഷേ വൈലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചു പ്രോഗ്രാം ഉണ്ട്. കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ഒരു ഹിഫുൽ കോളേജ് ഉണ്ട്. ആ കോളേജുമായി ബന്ധപ്പെട്ട ഒരു 10 അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കുറേ മുമ്പേ വാക്ക് കൊടുത്തുപോയി. അയാൾ ആകെ തരുന്നത് ആ കരുവാര കൊണ്ട് വൈലത്തൂർ കുറച്ച്, അയാൾ അങ്ങനെയല്ലേ കണക്ക് കൂട്ടത്തുള്ളൂ. ഞാനിവിടുന്ന് ആലപ്പുഴയിൽ നിന്നാണ് അവിടെ ചെല്ലുന്നവൻ, അയാൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ വീട് വൈലത്തൂർ ഏകദേശം ഒരു 10-60 കിലോമീറ്റർ കാണും. അതിനുള്ള എണ്ണക്കാശ് ഇവിടെ നിന്ന് പോയാലും അത്രേ കിട്ടുള്ളൂ. പക്ഷെ നാളെ നടക്കുന്ന 24-ാം തീയതി എറണാകുളത്ത് വെച്ച് കേന്ദ്രമന്ത്രിമാരും നമ്മുടെയൊക്കെ മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഈ പറയുന്ന ഉസ്താദിന്റെ മക്കളടക്കം നേരിട്ട് ക്ഷണിച്ചിട്ട് ഒരു രക്ഷയില്ല. പറഞ്ഞ വാക്കൊന്നേ ഉള്ളൂ. ഇത് എൻ്റെ കൂടെ നിൽക്കുന്നവർ നാളെ കാണണം. സ്വാമി വലിയ പ്രോഗ്രാം നോക്കി പോകുന്നവനല്ല. എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ ഈ മാതൃക കാണിക്കണം അല്ലേ? അല്ലെങ്കിൽ എനിക്ക് പറയാറുള്ളത് ബുദ്ധിമുട്ടാകൂടെ, നമുക്ക് ഇതും ക്യാൻസലാക്കാം അതും ക്യാൻസലാക്കാം, നമുക്ക് അങ്ങോട്ട് പോയാൽ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മുടെ പോക്കറ്റിൽ വരുന്ന പൈസ കൂടും. അതുകൊണ്ട് ഈ രീതിയിലേക്കൊക്കെ നമ്മൾ തെളിയിച്ചു കൊടുക്കണം. പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതാണ്. 150 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒരു തീരുമാനമെടുത്തു, മതങ്ങളെ അപ്രസക്തമാക്കണം. ഇത്രയും സസ്പെൻസ് ഇതാണ്. മതം ഇനി ലോകത്തിൽ വേണ്ട. ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ തമ്മിൽ തള്ളുന്ന മതമായിരിക്കണം. വിഭാഗങ്ങൾ ഓരോ ദിവസം വളരുന്തോളും അങ്ങനെ പറയാറുണ്ടല്ലോ, വളരുന്തോറും പിളരുന്ന മതമാക്കണം. ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിനെ കണ്ട അടി കൂടുന്ന മതമാക്കണം. അപ്പോഴും അതിലെന്തുണ്ട്? ഒരുപാട് ബിസിനസ് ഉണ്ട് അല്ലേ? ഇപ്പൊ ഒരു പള്ളിയുമായി അല്ലെങ്കിൽ സമുദായമായി അടി കൂടി കഴിഞ്ഞാൽ എത്ര കോടി രൂപ യാക്കോബായ ഓർത്തഡോക്സ് അടിക്ക് വേണ്ടി ഇവിടെ ചെലവാക്കപ്പെട്ടു. അത് സ്പോൺസർ ചെയ്യാൻ ഒരാളുണ്ട്.
അല്ലേ? രണ്ട് കൂട്ടരുടെ ഇടയിലും പ്രബലരായ ബിസിനസ്സുകാരുണ്ട്. ഈ രീതിയിലേക്ക് ഇത് തല്ല് കൂടിയാലും അവർക്ക് ഗുണം, തല്ല് കൂടിയില്ലെങ്കിലും അവർക്ക് ഗുണം. മതങ്ങളുടെ കാര്യമാണ് പറയുന്നത്, പ്രസക്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കോടി രൂപ ഇവിടെ പിരിക്കപ്പെട്ടു ഈ പള്ളി വഴക്കിനും കേസിനും വേണ്ടി. ഇനിയും അതിനൊരു തീരുമാനമായിട്ടുണ്ടോ? ഇനിയും സംസ്കരിക്കപ്പെടാത്ത മൃതദേഹങ്ങൾ 29, 30, ഒരു മാസമൊക്കെ ആയ സമയ കാലഘട്ടത്തിലാണ് ഇന്ന് സംസ്കരിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 10-29 ദിവസമായി സംസ്കാരം നടക്കാതെ മോർച്ചറിയിൽ ഇരിക്കപ്പെടുന്ന ശവശരീരങ്ങളുള്ള നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മളെ ഇങ്ങനെ ആക്കിയത് ആരാ? ഏതായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാന്ന് നമുക്ക് തന്നെ അറിയാം, അല്ലേ? അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് നമ്മളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയ, കാരണം അതിന് മാത്രമൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പോരാടിയിട്ടില്ല. ഉണ്ടോ? അല്ലെങ്കിൽ അതിന് മാത്രം നിങ്ങൾ പറ, അങ്ങനെയാണോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതിന്റെ വല്ല തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇല്ല എന്നതിന്റെ തെളിവാണ് ഞാനിവിടെ നിൽക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെയൊക്കെ ഉള്ളിൽ സൗഹാർദ്ദം തന്നെയാണ്. യഥാർത്ഥ മതത്തിന്റെ ആഴത്തിലേക്ക് ഞാനൊന്ന് ആഴ്ന്നിറങ്ങി ചെന്നപ്പോൾ എല്ലാ മതക്കാരോടും പറയുന്നത്, നിങ്ങളുടെ എല്ലാ മതങ്ങളുടെ അവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ തത്വശാസ്ത്രങ്ങളെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. എവിടെയും ഒരു പ്രവാചകനും ഒരു ഗുരുവും ഒരു സമ്പ്രദായവും വർഗീയപരമായി പെരുമാറാൻ അവരുടെ അനുയായികളോട് പറഞ്ഞിട്ടില്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ പണി നിർത്തും, വേറെ പണിക്ക് പോകും. ഇനിയും കുറെ പണികൾ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ആചാര്യനായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മതപരമായ ഉടുപ്പിട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരു നിർബന്ധവും ഞാൻ ആർക്കും ഒരു സ്ഥലത്തും ഞാൻ എഴുതി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പോകാമെന്ന് ഒരു നിയത്തും വെച്ചിട്ടില്ല. ഞാനിതിന്റെ കൂടെ നിൽക്കുന്നത് മതങ്ങളെല്ലാം സൗഹൃദത്തെ മാത്രമേ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. യഹൂദന്റെ ശവം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ പൂച്ചയുടെ ഉറക്കത്തെ പോലും മാനിക്കുന്നത്, അല്ലേ? അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയാം. ഉറുമ്പുകളുണ്ടോ എന്ന് നോക്കുന്നത്. അങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മൾ എത്ര കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി ദീനിനെ പുലർത്തിയ ആളുകളുടെ കാര്യമാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് നമ്മൾ ദീനിനെയൊക്കെ പക്ഷേ എവിടെയാണ് മതങ്ങളെയൊക്കെ എമിഗ്രൻസ് ക്ലിയറൻസിന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കാനുള്ള കാരണക്കാരാക്കിയത് എന്താണ്? അല്ലെങ്കിൽ ആ സാഹചര്യം വന്നത് എന്തുകൊണ്ടാണ്? അതാണല്ലോ നമ്മുടെ ചർച്ച. അതായിരിക്കണം നമ്മുടെ ചർച്ച. ഇത് ഞങ്ങളുടെ രീതിയല്ല, ഇത് ഞങ്ങളിൽ നിന്നുള്ളതല്ല എന്ന് പറയാൻ നമുക്ക് കഴിയാത്ത വിധം നമ്മളുടെ ഇടയിലേക്ക് ഇത്തിക്കണ്ണികളെ പോലെ ഇത്തരം ആളുകളെ ഇറക്കിയതാരാ? ഇതൊക്കെ ഒന്നൊരു ചർച്ചയിൽ വരണ്ടേ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പൊതുശത്രു എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത ആളുകളാണ്. അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളല്ല, ഏതെങ്കിലും ഇതര സമുദായങ്ങളല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ തന്നെയുള്ള മറ്റു വിഭാഗങ്ങളല്ല. ഇവരൊക്കെ ഈ ചേരിതിരിവ് പോലും വളർന്നത് റഹ്മത്താണെന്ന് ഹദീസുണ്ട്. അറിയോ നിങ്ങൾക്ക്? അങ്ങനെ കാണുന്ന മതമാണ് ഇസ്ലാം മതം. അതായത് പണ്ഡിതന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസം പോലും സമൂഹത്തിന് റഹ്മത്താണെന്ന് പറയുന്നത് അങ്ങനെ ഒരു ആപ്തവാക്യമുണ്ട്. ഉസ്താദിനോട് ചോദിച്ച ഉസ്താദ് പറയും, ഇഖ്ലാത്തിൽ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത്. അങ്ങനെ കാണുന്ന ഒരു പോസിറ്റീവ് മതമാണ്. ഞാനും ഉസ്താദും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് എന്തിലേക്ക് കലാശിക്കണം? സമൂഹത്തിന്റെ നന്മയ്ക്ക് എങ്ങനെ ആക്കിയെടുക്കണം? ഒരു കഴിഞ്ഞ നോമ്പിന് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇത് പറഞ്ഞു ഈ ഭാഗത്ത് ഒരൊറ്റ പള്ളിയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ എന്നെ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനത്തിനാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ നാട്ടിൽ ഇത് എത്രാമത്തെ കിറ്റാ? അപ്പൊ പറഞ്ഞു 15ാമത്തെ കിറ്റാ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, ഒരു 15 വിഭാഗം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 30 ദിവസം കിറ്റ് കൊടുക്കാൻ ആള് കണ്ടേനെ.
ഒരാൾ 5 കിലോ കൊടുക്കുമ്പോൾ അടുത്ത കമ്മിറ്റിക്കാരെന്ത് കൊടുക്കണം? 6 കൊടുക്കണം, അല്ലെങ്കിൽ 10 കൊടുക്കണം. അത് കാണുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യണം? 15 ആക്കണം. അതിന്റെ കൂടെ ഏലക്കായും നെയ്ച്ചോറിനുള്ള നെയ്യും കൊടുക്കണം. മറ്റേത് ഒരു കൂട്ടർ മാത്രമേ ഉള്ളെങ്കിലോ ഏതെങ്കിലും റേഷൻ അരി കൊടുത്തിട്ട് കഞ്ഞി മതി എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് തന്നെ കൊടുക്കുന്ന വലിയ കാര്യം. ഈ ക്വാളിറ്റി ഉണ്ടോ നോക്കാൻ മറുഭാഗത്തില്ല. ഇങ്ങനെ മനുഷ്യരെ നന്മയിലേക്ക് വിളിക്കുന്നതിലേക്കും മനുഷ്യരെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിലേക്കും മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഭാഗീയതകൾ ഒന്ന് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ എന്തോരം ഗുണമുണ്ടാകുമായിരുന്നു. അതിന് പകരം തമ്മിൽ സുജൂദിലേക്ക് പോകുമ്പോൾ പോലും അടി കൊടുക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ ഇടയിലൊക്കെ അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. മലപ്പുറം ജില്ല ഇവിടെയൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളില്ല. ചിലയിടങ്ങളിൽ പോലീസും കേസും വഴക്കുമായി പള്ളികൾക്ക് കാവൽ നിന്നുകൊണ്ടൊക്കെയാണ് കുർബാനകളും അല്ലെങ്കിൽ സുജൂദുകളും നടത്തപ്പെടുന്നത്. ഇങ്ങനെ ആക്കിയതിന്റെ കാരണം അറിയണ്ടേ മക്കളെ? ഇവിടെയാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ സംസാരിക്കാൻ തീരുമാനിച്ചത്. ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ചില കാര്യങ്ങൾ, അപ്രിയ സത്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കല്ല, ഇത് കേൾക്കുന്നതിന്റെ മറയ്ക്ക് പിന്നിൽ അപ്പുറം ഇരുന്നതിനൊക്കെ വീക്ഷിക്കുന്ന ചിലവർക്കൊക്കെ വിഷമങ്ങൾ ഉണ്ടാവും. കാരണം പെട്ടുപോയതിന്റെ പെടുത്തിയതിന്റെയൊക്കെ കുറ്റബോധമുണ്ടാവും. അതുണ്ടാകണം. അതിനുള്ള അവസരങ്ങളായി തുടങ്ങി. ഇല്ലെങ്കിൽ നമുക്ക് ഇനി ബാല്യമില്ല. മതം തീർത്തും അപ്രസക്തമാകും. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന ആ വാട്സപ്പ് ഉണ്ടല്ലോ, അതിലെത്ര മനോഹരമായിട്ടാണ് അവർ പറയുന്നത് എന്നറിയുമോ? മതമാണ് സർവത്തിന്റെയും പ്രശ്നം. മതമുള്ള രാജ്യങ്ങളിൽ ആളുകളെ നിരത്തി വെടിവെച്ചു കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും ബോംബിട്ട് കൊല്ലുകയും ചെയ്യുന്ന ഒരു രാജ്യം, അതേ നൂറ്റാണ്ടിലാണ് മതം, ദൈവം, ബൈബിൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ ഒന്നുമില്ലാത്ത സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഇത്രയും ശാന്തിയും സമാധാനം പുലരുന്നത് എന്ന് കേൾക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും മക്കൾ നാളെ എന്ന് വിചാരിക്കും, ദൈവം എന്നാ പിന്നെ അങ്ങോട്ട് പോയി ജീവിച്ചേക്കാം. ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് പറയുന്ന രാജ്യങ്ങൾക്കൊന്നും ഇനി അതിൽ പറയുന്നുണ്ട്. പണ്ഡിതന്മാർ ഇതൊന്ന് കേൾക്കണം, പണ്ഡിതന്മാർ ഇതിന് മറുപടി പറയണം എന്ന് പറയുന്നുണ്ട് ആ വീഡിയോയിൽ. എന്ത് മറുപടിയാ നമ്മൾ പറയാ മക്കളെ? ഇവിടെയാണ് നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെ ചിന്തിക്കേണ്ടത്. സത്യത്തിൽ എന്താണ് ധർമ്മം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്? അല്ലേ? അദ്ദീനു അനസീഹ എന്ന് നിങ്ങൾ പറയും. എന്താ പറയാ അതിന്റെ അർത്ഥം? ദീനിന് ഗുണകാംക്ഷയുണ്ട്, ദീനിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ദീനിന്റെ ആകെ ഉദ്ദേശം അത് ഗുണമാണ്. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് ഞങ്ങൾ പറയും. ധർമ്മത്തെ ആചരിച്ച് കൊണ്ടു നടക്കുന്നവൻ ആ ധർമ്മം തന്നെ തിരിച്ച് രക്ഷ നൽകും. ഇതില്ല എന്ന് തെളിയിക്കലാണ് മറ്റുള്ളവരുടെ ഉദ്ദേശം. ഇങ്ങനെയൊന്നും സാധനം ഇല്ല. എന്ത് ധർമ്മം, എന്ത് ദീന്? മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ ദീന് വേണം. അങ്ങനെ കിതാബിൽ പറഞ്ഞെങ്കിലേ സ്നേഹം വരുള്ളൂ. ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞില്ലേ? ഇത് കേൾക്കാൻ നമ്മളുടെയൊക്കെ സെക്യുലർ വിദ്യാഭ്യാസം നേടിയ മക്കളും നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നന്നായി മിടുക്കോടുകൂടി ഈ മുൻനിരയിൽ ഇരിക്കുന്ന കുട്ടികൾ വാട്സപ്പ് ഉപയോഗിക്കും. അവർ ലോക്ക് തുറക്കും. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുടെ കയ്യിൽ ഞാനൊരു ഫോൺ തരാം, ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളുടെ കയ്യിലും ഫോൺ തരാം. അത് ഏറ്റവും കൂടുതൽ കൃത്യമായി ഉപയോഗിക്കുന്നത് പ്രായം കുറഞ്ഞ ആളായിരിക്കും. ഈ വിവരങ്ങളൊക്കെ അതിൽ നിന്ന് മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഒന്നിക്കേണ്ടതുണ്ടോ? ഒന്നിക്കാവുന്ന കാര്യങ്ങളിൽ നമുക്കൊന്ന് വേദി പങ്കിട്ടെടുത്തൂടെ? ഇപ്പൊ പ്രസംഗമൊക്കെ നന്നായി ഞാൻ അടുത്ത കൊല്ലം കാണാം ഇൻഷാ അല്ലാഹ് അതും പറഞ്ഞിട്ടാ വിടുന്നത് അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ കണ്ടാൽ മതിയോ? ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പിള്ളേരോട് ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ സംസാരിക്കേണ്ടത് നമുക്ക്. എന്റെ മതത്തിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം എന്തെന്ന് ഞാൻ അന്വേഷിച്ചു. പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽ അവരുദ്ദേശിച്ചത് എന്തെന്നറിയോ? സത്യം പറഞ്ഞാൽ 150 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിപാടി നടത്തിയവർ ഉദ്ദേശിച്ചത് ആദ്യം ഇസ്ലാമിനെ ഇല്ലാതെയാക്കണം. കാരണം ഇസ്ലാമിന്റെ പ്രസക്തി താരതമ്യേന ഒരു പുതിയ മതമായതുകൊണ്ട് തന്നെ, ഗോത്രവർഗ സ്വഭാവത്തിന്റെ അവസാനമായതുകൊണ്ട് തന്നെ നബുവത്ത് സംവിധാനം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. നബിയോടുകൂടി ആ നബുവത്ത് സംവിധാനം ദൈവം നിർത്തലാക്കി. റേഡിയോ നിർത്തലാക്കി എന്നൊക്കെ പറയുന്ന പോലെ ആശയവിനിമയ സംപ്രേഷണത്തിന് വേണ്ടി ഇപ്പോൾ ആരും റേഡിയോയെ ആശ്രയിക്കാറില്ല എന്ന് പറയുന്ന പോലെ നബിമാരിലൂടെ ഇനി നബിമാരെപ്പോഴും ഓരോ വർഗത്തിന് ഞാൻ ഓരോ നബിമാരെ അയച്ചിരിക്കുന്നു എന്നാണ് ഖുറാനിൽ പറയുന്നത്. 1,24,000 അല്ലേ? എങ്ങനെയല്ലേ? ഓരോ സമൂഹത്തിനും. അപ്പൊ ഓരോ സമൂഹത്തിനുമാണ് ഓരോ നബിമാരെ അയച്ചിരിക്കുന്നതെങ്കിൽ
ആധുനികതയുടെ അല്ലെങ്കിൽ ഗോത്ര സ്വഭാവങ്ങളുടെ ആ സ്വഭാവം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി വന്നത്. കാരണം അവസാനത്തെ ഗോത്രവർഗത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിന് വേണ്ടി. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എന്ത് പറയാ, ഇനി അങ്ങോട്ട് ലോകത്തിൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് മതം, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാ. കാരണം ഞങ്ങൾ തന്നെ കച്ചവടത്തിന് വേണ്ടി ലോകം മുഴുവനും പോകുന്നവരാ, എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകണമെന്ന് പറയുന്നവരാ, ഇതിന് ദീനിന് വിശാലമായ അർത്ഥം വേണമെന്ന് പറയുന്നവരാ. അതുകൊണ്ട് തന്നെ യഹൂദൻ പറയുന്ന പോലെ ദൈവത്തിന്റെ സ്വന്തം ജനവും തെരഞ്ഞെടുക്കപ്പെട്ട ജനവും എന്ന രീതിയിലുള്ള പ്രബോധനമല്ല, അല്ലെങ്കിൽ നിങ്ങൾ മാത്രം ദൈവത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന യഹൂദന്റെ ആ രീതിയല്ല റസൂലുള്ളാഹിയുടെ രീതി. അവസാനത്തെ സംസാരത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ടല്ലോ. എന്താ? അനറബിക്ക് അറബിയേക്കാൾ ഒരു കുറവുമില്ല, അറബിക്ക് അനറബിയേക്കാൾ എന്തെങ്കിലും ശ്രേഷ്ഠതയില്ല. കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇന്ന ഗോത്രമെന്നോ ഇന്ന വംശമെന്നോ എൻ്റെ മുമ്പിൽ എൻ്റെ ഇനി അങ്ങോട്ടുണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന നബിയുടെ ഉദ്ദേശം എന്താ? കറുത്തവനെയും വെളുത്തവനെയും ഒന്നിച്ചു നിർത്തി നിസ്കരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ രണ്ട് വ്യക്തികളാണ്. കഅബ ദേവാലയത്തിന്റെ പരിസരത്ത് അന്ന് തിരിച്ചു വന്നപ്പോൾ ദിഗ്വിജയം നടത്തിയപ്പോൾ അതിനുള്ളിലേക്ക് കയറിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, റസൂലുള്ളാഹിയുടെ ചുമലിൽ തന്നെ ചവിട്ടിക്കേറിക്കൊണ്ട് ബിലാലിനെ കൊണ്ട് വാങ്ക് വിളിപ്പിച്ചു, കഅബയുടെ മേലെ കയറ്റി നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി അതിന്റെ ഉള്ളിൽ പോയി നമസ്കരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, കറുത്തവരിൽ കറുത്തൻ, കറുത്തവരിൽ കറുത്തവനായ ബിലാലിനെ കൊണ്ടാണ് അത് ചെയ്യിപ്പിച്ചത്. സയ്യിദുനാ ബിലാൽ അലൈഹിസ്സലാമിനെ കൊണ്ടാണ്, റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടാണ് അത് ചെയ്യിപ്പിച്ചത്. അതേപോലെ സൽമാനുൽ ഫാരിസി, വെളുത്തവരിൽ വെളുത്തനാൻ, ഫാർസി വിഭാഗത്തിൽപ്പെട്ട ആളാ, ഫാർസി മതക്കാരനാ. അതാണ് ഈ ഫാരിസി എന്ന് പറയുന്നത്. നല്ല ചുമന്ന് തുടുത്ത് വെളുത്ത രണ്ടുപേരെയും ഒരേ സ്വഫിൽ നിർത്തി വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു. കാരണം നബുവത്തിന് അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെയാ. പിന്നീട് അങ്ങോട്ട് ഗുരുസമ്പ്രദായമുണ്ടെന്ന് ചിലരെങ്കിലും സമ്മതിക്കുന്നു, ചില വിഭാഗങ്ങളെങ്കിലും പറയുന്നു പിന്നീട് അങ്ങോട്ട് വലിയകളാണ്. ഒരുപക്ഷെ നബിമാരുണ്ടാവാനുള്ള സാധ്യത അതോടുകൂടി അവസാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഒരുപക്ഷെ പിന്നീട് വലിയകളുമായിട്ട് ഗുരുക്കന്മാരിലൂടെ ആയിരിക്കും. ആണോ അല്ലയോ എന്നൊക്കെ പല തർക്കങ്ങളും നടക്കുന്നുണ്ട്. ഏതായാലും ആണെങ്കിലും അല്ലെങ്കിലും അത് എൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് ഇതാണ്, ഒരു ഗോത്ര സ്വഭാവത്തിന്റെ അവസാനം അതോടുകൂടി നമ്മൾ കണ്ടു. അതുകൊണ്ട് അവസാനത്തെ നബിയാണ് മുഹമ്മദ് എന്ന് പറയുന്നതിൽ എനിക്ക് ആശയപരമായ വിയോജിപ്പൊന്നുമില്ല, ഞാനത് അംഗീകരിക്കുന്നു. അവസാനത്തെ നബി തന്നെ ആയിരിക്കണം മുഹമ്മദ് നബി. അതുകൊണ്ടാണ് 150 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ നറുക്ക് ആർക്ക് വീണത്? മുസ്ലിം ഇസ്ലാമിനെ തകർക്കണം. കാരണം ഇസ്ലാമിനെ തകർക്കാൻ കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ഏറ്റവും ലാസ്റ്റ് മതം. മാത്രമല്ല ലോകത്തെ ഒന്നുകൂടി വിശാലമായി കാണാൻ അതിൽ തന്നെ കുറേ നിയമങ്ങളുള്ള മതം. നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. കച്ചവടം ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞ മതം. അതിനു മുമ്പുള്ള പലതും ഫിലോസഫിയിൽ അധിഷ്ഠിതമായ മതങ്ങളായിരുന്നു എങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ കൃത്യമായി നൽകപ്പെട്ട മതമാണ്. ഒരു ഒറ്റ ഉദാഹരണം പറയാം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. നല്ലതാ, ബൈബിളിലുണ്ട്, മത്തായി സുവിശേഷത്തിലുണ്ട്. പക്ഷെ അത് ചെയ്താൽ എന്താ ഗുണം, ചെയ്തില്ലെങ്കിൽ എന്താ തെറ്റ്, അല്ലെങ്കിൽ എന്താ അനുഭവിക്കേണ്ടി വരിക എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ ഒന്നുകൂടി അതേ ആശയത്തെ റസൂലുള്ളാഹി പറഞ്ഞപ്പോഴോ എങ്ങനെയാ വന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ എങ്ങനെയാ വന്നത്? അയൽവാസി പട്ടിണി കിടന്നാൽ നീ ഞങ്ങളിൽ പെട്ടവനല്ല. 2 കാര്യങ്ങളെ നമ്മൾ 2 രീതിയിൽ ചിന്തിക്കണം. അയൽവാസി പട്ടിണി കിടക്കരുത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അതിനുള്ള ശിക്ഷ അവിടെ തന്നെ പറഞ്ഞു. നീ ഈ ഉമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്നിൽ പെട്ടവൻ എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് യു വിൽ ബി ഓട്ടോമാറ്റിക്കലി എക്സ്കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ അതിൽ നിന്ന് അന്യതാവൽക്കരിക്കപ്പെട്ടു പോകും. നമ്മൾ പിന്നെ അതിൻ്റെ ആളുകളാണെന്ന് പറയാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ്. അങ്ങനെയൊക്കെ വളരെ കഠിനമായി പറഞ്ഞെങ്കിലേ ഇത് നമ്മൾ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുള്ളൂ. ഇപ്പൊ 100% മാർക്ക് മേടിക്കാതെ ഇങ്ങോട്ട് വന്നേക്കരുത്, ഇനി കുടുംബത്തിൽ സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അന്ന് മുതലങ്ങ് ഇറക്കി വിടുന്നൊന്നുമല്ല. അങ്ങനെയൊന്നും പേടിക്കരുത്, അല്ലേ? അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് മേടിക്കാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ വാപ്പയാണെന്ന്, എന്നെ പിന്നെ നീ വാപ്പാന്ന് വിളിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമാണ്. പക്ഷെ ആ ഉദ്ദേശശുദ്ധി എന്താ? നീ മാക്സിമം ശ്രദ്ധിക്കണം, അല്ലേ?
എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കണം എന്നാ പറയണേ. ആരെങ്കിലും പട്ടിണി കിടന്ന് ചത്തു കഴിഞ്ഞാൽ ഉടനെ ഒരാളുടെ ഈമാനും തൗഫീക്കും ഹിദായത്തും ഒക്കെ അങ്ങ് പോകുമെന്ന് വിചാരിക്കുക. ആ അർത്ഥത്തിലല്ല പറയുന്നെങ്കിലും അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച ഒരു റസൂലിനെയാണ് നമ്മൾ ഇന്ന് ഓർക്കേണ്ടത്. അങ്ങനെ കൃത്യമായി ഓരോ കാര്യത്തിലും എവിടെ തുപ്പണം, എങ്ങനെ മൂത്രമൊഴിക്കണം എന്ന് വരെ പറയുന്ന, എങ്ങനെ ഏത് വശം ചെരിഞ്ഞു കിടക്കണം എന്ന് പറയുന്ന, തിന്നുന്നതിന് മുമ്പും കുടിക്കുന്നതിന് മുമ്പും എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് പറഞ്ഞ കൃത്യമായ ശിക്ഷണം നൽകി അങ്ങനെ ഒരു സമൂഹം ഉദ്ഘാടനം ചെയ്ത് അതിന്റെ പരിപൂർണതയിൽ കണ്ട് അടുത്ത ആളുകൾക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് മറ്റു പ്രവാചകന്മാരെ പോലെ അല്ല റസൂലുള്ളാഹി വഫാത്തായത്. മറ്റു പ്രവാചകന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് അവർക്കൊന്നും ഇങ്ങനെ ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിങ്ങനെ നല്ല രീതിയിൽ പോകുന്നത് കണ്ട് സന്തോഷത്തോടു കൂടി വഫാത്താകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും എൻ്റെ ഉമ്മത്തും ഞാനും എൻ്റെ സഹാബത്തുമാണ് നിങ്ങൾക്ക് മാതൃക എന്ന് പറഞ്ഞു പോകാൻ ആർക്ക് കഴിഞ്ഞു? റസൂലുള്ളാഹി കഴിഞ്ഞു. അതുകൊണ്ട് പേടിക്കണ്ടേ ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിന്. ഇനി ഇത് തകർന്ന എനിക്കെന്താ കുഴപ്പം? ഞാൻ ഹിന്ദു മതത്തിലെ ആചാര്യനല്ലേ. ഞാൻ ഭയക്കുന്നത് എന്താണെന്നറിയോ? ഇത്രയും സുശക്തമായി ദൈവിക സംവിധാനത്തിന്റെ അനുഗ്രഹമുള്ള ഒരു സംവിധാനത്തെ തകർക്കുമെങ്കിൽ അതിന്റെയൊക്കെ ഒരുപാട് പുറകിൽ നിൽക്കുന്ന ഇതൊരു ഡാം പോലെയാ. മുല്ലപ്പെരിയാറെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടെ നിൽക്കുകയില്ല എന്ന് പറയുന്ന പോലെ ഈ സാധനം ഒന്ന് തകർന്നു കഴിഞ്ഞാൽ പിന്നെ മതങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ബാക്കിയുള്ളവർക്കൊന്നും ഇത്രയൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് മറ്റു മതക്കാരും കൂടി ഒന്ന് മനസ്സിലാക്കണം. കാരണം ഞങ്ങളുടെയൊക്കെ നടുക്ക് വീണിരിക്കുന്നത് 5-മതോ 6-മതോ ഒക്കെയാണ്. ഇസ്ലാം കഴിഞ്ഞാൽ തകർക്കാൻ ക്രിസ്തുമതമുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്. അങ്ങനെ ഒരുപാട് നാട്ടിൽ ഒരുപാട് മതങ്ങൾ കഴിഞ്ഞിട്ടേ ഹിന്ദുമതത്തിന്റെ മേലോട്ട് വരുള്ളൂ. പക്ഷെ അതുവരെ സന്തോഷിച്ച് നിൽക്കാനുള്ള അവസരമില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് മക്കളെ ഇവിടെ വന്നു നിൽക്കുന്നത്. അറിയോ? അതുകൊണ്ട് ഒരാളും ശ്രദ്ധിക്കാതെ പോകരുത്. നിങ്ങളൊക്കെ അങ്ങ് തകർന്നു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമാകുമ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചോളാം, നിങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ട് ആകുന്നതല്ലേ ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിയില്ല. ഒന്നിച്ച് നിന്നതിനെ എതിർക്കണം. ഒന്നിച്ച് നിന്നാണ് മതം പ്രസക്തമാണെന്ന് ഞാനും നിങ്ങളും തെളിയിക്കേണ്ടത്. എൻ്റെ മതം പ്രസക്തമാണെന്ന് ഞാൻ എത്രത്തോളം തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അത് നിങ്ങൾ പുലർത്തുന്ന കാണുമ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളുടെ കൂടെ നിന്ന് മതം പ്രസക്തമാണെന്ന് ഇത്തരം വേദികളിൽ വന്ന് പറയാൻ നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ ആയത്തും ഖുറാനും ഹദീസും ഒക്കെ ഞാൻ പഠിച്ചേ പറ്റൂ. അതിനുവേണ്ടി പഠിച്ചതല്ല കേട്ടോ. 18 വയസ്സാകുമ്പോഴേക്കും 35 പ്രാവശ്യം ഖുറാനും 28 പ്രാവശ്യം ബൈബിളും വായിച്ച വ്യക്തിയാ. ഏതെങ്കിലും മതസൗഹാർദ്ദ വേദിയിൽ 4 ശ്ലോകവും 4 ആയത്തും വെച്ച് ഇനിയൊരു ജീവിതം അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചതുമല്ല എന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരുപാട് പണികൾ അറിയാം, മറ്റു പണികൾ ചെയ്യുന്നുണ്ട്, വരുമാന മാർഗങ്ങൾ വേറെയുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഒപ്പമുള്ള കുട്ടികളെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചു വിട്ടാൽ പോകുന്ന സംവിധാനമേ ഉള്ളൂ. മനസ്സിലാക്കണം, ഇത് പറയുന്നതിന്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണം. എന്തിനാ പറയുന്നത്? അതുകൊണ്ട് ഒരു സംവിധാനം ഇങ്ങനെ തകർന്ന കാണുമ്പോൾ അവരങ്ങ് തകരട്ടെ, നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ നമ്മൾ അപ്പം നോക്കാം എന്ന് പറഞ്ഞിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ സമയങ്ങളില്ല. കാരണം എന്താണെന്നറിയോ? ഈ ശത്രുക്കൾ വിചാരിച്ചതിലും അവർ വിചാരിച്ചത് ഇങ്ങനെ ആദ്യം ഇസ്ലാമിനെ തകർക്കാം, പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്ത്യാനിയെ തകർക്കാം, പിന്നെ ഇങ്ങനെ വരാമെന്ന് കരുതി. പക്ഷെ എന്തുകൊണ്ടോ എന്നറിയില്ല, അവർക്കൊക്കെ വലിയ അനുഗ്രഹം കിട്ടിയ ആൾക്കാർ അവരൊക്കെ. ഈ ഫേസ്ബുക്കും വാട്സപ്പും ഈ പറയുന്ന ആധുനിക സംവിധാനങ്ങളും ഒക്കെ കാണുമ്പോൾ പേടി അവരർത്ഥത്തിൽ. അതിൻ്റെ അർത്ഥം എൻ്റെ കയ്യിലും ഉസ്താദിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനത്തിനെ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ അവൻ ആ സാധനം കയ്യിലുള്ളത് കൊണ്ടാണ് ഇത് ലൈവൊക്കെ വിടുന്നത്. അതിൻ്റെ ഉപകാരമുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ ഇതിനൊരു വേറൊരു സൈഡുണ്ട്. ആ സൈഡിലൂടെ എന്തുണ്ടായി എന്നറിയോ? ഇങ്ങനെ വെർട്ടിക്കൽ ആൻഡ് ലീനിയർ, ഒരു വര വരച്ചാൽ ഇങ്ങനെ വെർട്ടിക്കൽ, ഈ രീതിയിൽ ഇതിനെ ഇങ്ങനെ ഇല്ലാണ്ടാക്കാം എന്ന് അവർക്ക് ലോട്ടറി അടിച്ചു. ഇന്നിപ്പോ തകർന്നുകൊണ്ടിരിക്കുന്ന എങ്ങനെയെന്നറിയോ? ഹൊറിസോണ്ടൽ ആൻഡ് സർക്കുലർ രീതിയിലാണ്. ഹിന്ദു മതവും ക്രിസ്തു മതവും എല്ലാവരും കൂടി ഒന്നിച്ച് നശിക്കുകയാണ്.
അവരൊരിക്കലും അങ്ങനെ വിചാരിച്ചില്ല. ആദ്യം ഇസ്ലാമിനെ ഇല്ലാതെയാക്കാന്ന വിചാരിച്ചു. പക്ഷെ ഇസ്ലാമിനെ ഇല്ലാതെ വെക്കുന്നതോടൊപ്പം തന്നെ ആ കളികളിൽ ഞങ്ങളും നിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ കൂടി, സത്യം പറഞ്ഞ നിഷ്പക്ഷമായി പറയട്ടെ, ആരും എന്നോട് വിഷമിക്കരുത്. ക്രിസ്ത്യാനികളുടെ കാര്യമാണ് സത്യത്തിൽ അബദ്ധത്തിലായിരിക്കുന്നത്. ഇസ്ലാമിന് ഇനിയും പലയിടങ്ങളിലെങ്കിലും കുറച്ചെങ്കിലും ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആത്മീയ സമ്പ്രദായങ്ങളുടെ ശോഷിപ്പ് ക്രിസ്ത്യൻ സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുത്തി. അതിൻ്റെ ലക്ഷണമാണ് അമേരിക്കയിലും ലണ്ടനിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മതം ഒരു കാലത്തുണ്ടായിരുന്ന മതമില്ലാത്ത അവസ്ഥയിലേക്ക് പോയത്. ഇതിപ്പം നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങൾ പോയി അവിടെ 4 പള്ളി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഇതേപോലെ അവർക്ക് തകർക്കാൻ അറിയാം. ഒരു 40 കൊല്ലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ നാളെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആക്കാൻ കഴിയും. നമ്മൾ സന്തോഷിക്കരുത്. ഇതൊന്നുമല്ല ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ. കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവർ വിചാരിച്ചത് ഇങ്ങനെയാണെങ്കിൽ നടക്കുന്നത് ഇങ്ങനെയാ. എല്ലാവരും ഒരുപോലെ, നമ്മുടെയൊക്കെ മതങ്ങളിലെ അപ്രസക്തി ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുക. ഹിന്ദു മതം ചെയ്യുന്ന കുറേ വീഡിയോസ് അങ്ങോട്ടിട്ട് കൊടുക്കുമ്പോൾ മറുപക്ഷത്തുനിന്ന് ഇസ്ലാം ചെയ്ത കുറേ വീഡിയോകൾ ഇങ്ങോട്ട്. അപ്പൊ ബരാബറായി, 2 കൂട്ടർക്കും സമാധാനമായി. ഇനിയൊന്നും പറയാനില്ല. ഇനി ഇതിൽ ആരാ ഗോള് കൂടെ അടിക്കുന്നതെന്ന് മാത്രം എണ്ണിക്കൊണ്ടിരുന്നാൽ മതി. ഈ കളിയിലേക്ക് ആരാ മക്കളെ നമ്മളെ ഇറക്കിയത്? ഇത്തരം കളികൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയാനെങ്കിലും ഈ വേദിയിൽ നമുക്ക് കഴിയണം. അതിനുള്ള വേദി ആയിരിക്കണം ഈ സൗഹൃദ സംഗമവും മാനവ സംഗമവും. നന്നായി മാനവ സംഗമം എന്ന് പറഞ്ഞ മതസംഗമം എന്ന് പറയാതിരുന്നത് നന്നായി. മാനവരൊന്നിച്ചിരുന്നു കൊണ്ട് നമുക്ക് സൗഹൃദം പങ്കുവെക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ നമ്മൾ എത്തിപ്പെട്ടു? നേരത്തെ പറഞ്ഞതുപോലെ എമിഗ്രേഷൻ ക്ലിയറൻസിൽ മതങ്ങൾ നിൽക്കുക. ഞങ്ങളുടെ കയ്യിൽ തീവ്രവാദമില്ലേ? എൻ്റെ കാവി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാവിയല്ലേ? എൻ്റെ താടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന താടിയല്ലേ? എൻ്റെ നിസ്കാരത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ? എൻ്റെ ഈ തൊപ്പി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ? എൻ്റെ രുദ്രാക്ഷം, എൻ്റെ കയ്യിലെ കെട്ട്, ഇതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ എന്നിങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മളെ കൊണ്ട്. ആ ഒരു ഗതികേടിൽ നിന്ന് നമുക്ക് ഒന്നിച്ചു മുന്നേറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെന്താ ചെയ്യണ്ടേ? 150 1500 കൊല്ലം മുമ്പ് ഇവരൊക്കെ ചിട്ടയായി പ്രവർത്തിച്ചാലും തകർക്കാൻ പറ്റുന്നതല്ല ദീൻ, തകർക്കാൻ പറ്റുന്നതല്ല മതം, അതല്ല ധർമ്മം എന്ന് തെളിയിക്കേണ്ടത് ആരാ? ഞാനും നിങ്ങളും ചെയ്യുന്നതോ പുഞ്ചിരിക്കുന്ന സദക്കയാണെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയാത്ത മുഖങ്ങളുമായി നമ്മളൊക്കെ മറന്നുപോയിരിക്കുകയാണ്.